ആടുകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ റൂട്ടിലെ പട്ടയപ്പാട് എന്ന സ്ഥലത്തുള്ള ടുഡേ ഗോട്ട് ഫാമിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓണറെ ഒന്നും കിട്ടിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഓണറായിട്ട് കുറച്ച് സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളേ. ഇത് 450 റുപ്യാണ് കിലോ വില. ഇതിലിപ്പോൾ ജമുനാപ്പേരി അങ്ങനത്തെ മലബാർ ഐറ്റംസൊക്കെ ഒഴിച്ചിട്ടുള്ള എല്ലാവിധ സാധനങ്ങളുണ്ട്. ബീറ്റിലും പിന്നെ വരവ് കുറവാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബാക്കിയുള്ള ഒരുവിധം ബ്രീഡുകളും വരുന്നുണ്ട്. കിലോ 450. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ആരോഗ്യമുള്ള ആടുകൾ, നല്ല ആരോഗ്യവും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ. അപ്പോൾ ഇതിന് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കാം. ടുഡേ ഗോട്ട് ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അന്ന് ഞാൻ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നിപ്പോൾ അവിടെ ഹംസൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കാര്യം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ പുതിയ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കിയില്ല, പിന്നെ ഓർക്കമത്തിലാവണ്ടല്ല ഈ എന്തിനിങ്ങനെ ഓടിപ്പഴിഞ്ഞ് നടക്കണേ. ഈ കൈ വിട്, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ കൈ വിടേ. ഒന്നും മടക്ക അള്ളാൻ സത്യം പൈസയോട് ഇങ്ങനെ കാണിക്കല്ലേട്ടാ. അതെ, പൈസയോട് കാണിക്കാൻ പാടില്ല, പൈസ കാണിക്കാൻ പാടില്ല. എടാ അനസെന്തേടാ മാർക്കറ്റ് അനക്കുളം എവിടെ വന്ന് വാങ്ങിക്കൊണ്ടു. നല്ല നല്ല ഇന ആടുകൾ ഇട്ടാക്കണ്ട. ഇതേപോലത്തെ നല്ല ഇന ആടുകൾ ആവശ്യക്കാരൻ വന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ഇതേപോലെ കൊണ്ടുപോകും. ഇതൊക്കെ എന്താ വില? ഇതൊക്കെ സൈസ് ഉണ്ടോ? കിലോ 450.
നല്ല സൈസ് ആടുകൾ ബർബസാരി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ബർബസാരി സൈസ് ഉണ്ടോ അതിൻ്റെ? നല്ല ലെൻസും നല്ല കണ്ടോ മടിയുണ്ടോ, പാൽമടിയുണ്ടോ? നല്ല ആരോഗ്യമുള്ള ആടുകളാണ്. നല്ല ഒത്ത ശരീരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ആടുകൾ. അതെവിടെ ഏതാണ് ആ നാടകം ചെയ്യണം. പറഞ്ഞോ അതിന്റെ ക്വാളിറ്റി? ഹൈബ്രിഡ് സിലോയിഡ് കേട്ടോ. എന്റെ ഉടമക്കാരെ തന്നിക്കുന്നു കേട്ടോ. ഇതിന് കൊണ്ടുപോകാന്നല്ലേ? എവിടേക്കാ കൊണ്ടുപോകണം? മണ്ണുത്തിക്കല്ലേ? ഹൈബ്രിഡ് നോക്കിയിട്ട് മൂപ്പര് വളർത്തുള്ളൂ. നല്ല അതല്ലേ? ഇതേപോലത്തെ നല്ല ലെങ്ത്തും നല്ല ആരോഗ്യമുള്ള ആട് നോക്കിയിട്ട് മൂപ്പര് സെലക്ട് ചെയ്യും. കണ്ടോ അതിൽ ഒന്ന് വന്നാൽ നോക്കിക്ക്. കണ്ടോ ഇതൊക്കെ ഇതിന്റെ സൈസ് ഉണ്ടോ?
കണ്ടോ? ഇങ്ങനത്തെ ആടുകളെ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് കർഷകന് വിജയമുള്ളൂ. പക്ഷെ പെട്ടെന്ന് വരുമാനം പ്രതീക്ഷിക്കരുത്, വെയിറ്റ് ചെയ്യണം. ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ പൈസ എടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എല്ലാവർക്കും അതാണ് തോറ്റു പോകണം. എല്ലാവരും കൊണ്ടുപോയി നല്ലൊരു രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു പ്രസവം കഴിയുമ്പോൾ നമുക്ക് കാശ് മുതലാവും. 2 കുഞ്ഞുങ്ങൾ വന്നു തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോ കൊണ്ടുപോകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? വാക്സിൻ എന്തെങ്കിലും ചെയ്യണ്ട? ഈ ആടിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ കണ്ട ജമുനാപ്യാരി ആടിൻ്റെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടി നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോന് 450 റുപ്യാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് പട്ടയപ്പാടം, കൊടുങ്ങല്ലൂർ റൂട്ടിൽ മതിലകം ഭാഗത്ത് പട്ടയപ്പാടം. കണ്ടോ, നല്ലൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല വണ്ടി ഞാൻ വരുമ്പോൾ ഇവിടെ കണ്ടു. ജസ്റ്റ് ഒന്ന് ക്വാറൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എണ്ണത്തിന് വേറെ ആടുകൾക്കുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് അതിന് ക്വാറൻറ്റൈൻ ചെയ്യണം. ഇവർക്ക് ജലദോഷം അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ടിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് കൂട്ടത്തിൽ കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഇവറ്റങ്ങൾ ഇങ്ങനെ ഉണക്ക ഇലകൾ തിന്നിട്ടുള്ള പരിചയം ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിക്കണം. പച്ചലായി തന്നെ കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ കൊടുത്ത് പരിശീലിപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഹംസക്കയുടെ ഒരു ഇത് എടുക്കാം നമുക്ക്. ഹംസക്ക പറയുന്നൊരു വീഡിയോ. ഇതും കൊടുത്താവൂല്ലേ ഇതൊക്കെ? ആടിൻ്റെ ക്വാളിറ്റി കണ്ട, അതാണ് ക്വാളിറ്റി. സിരോഹി ആടാണിത് കണ്ടത്. അതിൻ്റെ കഴുത്തെന്തൊക്കെ കണ്ട, നല്ല ആടുകൾ, നല്ല ആരോഗ്യമുള്ള ആടുകൾ. ഈ സെക്ഷനിൽ കൊടുക്കാത്ത
സെക്ഷനാണ്. ഇതിപ്പോൾ ഇതിന് ആളുകൾ വന്നിട്ടില്ല, ഇത് മാത്രമേ ഇപ്പോൾ കൊടുക്കാത്തുള്ളൂ, ബാക്കിയുള്ളതാണ് കൊടുത്താൽ. നല്ല നല്ല ആടുകളുണ്ട്, ഇതൊക്കെ പെണ്ണാടുകളാണ്. ആ ഇക്ക വിശേഷങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ സുഖമായിട്ട് പോണു. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ പുതിയ ലോഡ് ഇപ്പം എന്നാ വന്നത്? ഇന്നലെ വന്നില്ലേ? അതിപ്പോൾ ഏതൊക്കെ ബ്രീഡ് ഉണ്ടാവും ഇപ്പോൾ ഇതിൽ? അതിൽ സിലോഹി ഉണ്ട്, ബർബസാരി ഉണ്ട്, സോജത്ത് ഉണ്ട്, പിന്നെ കരോളിയുടെ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ഗുജിരി, തോത്താപുരി, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ. പിന്നെ ബീറ്റിൽ ഉണ്ടാവും? ബീറ്റിൽ അപൂർവ വരുള്ളൂ. അതല്ലേ. പിന്നെ ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ മീറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് സെയിലായി പോണത് മീറ്റിൻ്റെ ആവശ്യം തന്നെയാണ്. പിന്നെ അതിലൊരു നമുക്കൊരു 50 പീസൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. 50 പീസൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ബ്രീഡ് ആടുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ വളർത്താടുകൾ വളരെ കുറവും, അതും തന്നെയല്ല വളർത്താൻ വേണ്ടി ആരും അധികം ഇപ്പോൾ യൂസ് ചെയ്യണില്ല, കുറവായി. എല്ലാവർക്കും ഇത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഒരിക്കലും ഇത് ലാഭകരമായിട്ട് പോകണില്ല. കാരണം വേറൊന്നുമല്ല, അവരുടെ വളർത്തുന്ന ബ്രീഡ് എടുക്കുന്നതും അതിൻ്റെ ബ്രീഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലേ. ആട് നല്ല ക്വാളിറ്റി ഉള്ളതും കൂടി ആവണം. ആട് പല ബ്രീഡുകളും എടുത്തുകൊണ്ട് അങ്ങനെ ബ്രീഡിനല്ല അതിൻ്റെ ഇത് എടുക്കണം. അതിൽ നല്ല ക്വാളിറ്റിയുള്ള ആട് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ അറിയണം. അപ്പോൾ എല്ലാവരും വന്നെടുക്കുക ഈ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെയാണ് വന്നെടുക്കുക. അതൊന്നും വലിയ കാര്യമായിട്ട് വളരുമില്ല. അവർ ചിലവഴിക്കുന്ന അതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നഷ്ടത്തിലേ പോവുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ആ കുഞ്ഞ് പിന്നെ ഒരു 9 മാസം കഴിയണം അതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ. അവിടുന്ന് അത് ക്രോസിങ് കഴിഞ്ഞാൽ അത് ചെനയാവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അവിടുന്ന് പിന്നെ ഒരു 6 മാസം കഴിയണം അത് പ്രസവിക്കണമെങ്കിൽ. പിന്നെയും ഒരു 8 മാസം കഴിയണം അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ സെയിലാക്കണമെങ്കിൽ. അപ്പോൾ ഇതിനൊരു കർഷകന് പരാജയത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ കിട്ടിയ കാശിനെ എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് കൊടുത്ത് ഒഴിവാക്കും. അവൻ പിന്നീട് ആ കർഷകന് പിന്നെ ആട് കൃഷി വളർത്തണമെന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആട് കൃഷി വളരെയധികം പിന്നാക്കായി. എന്ത് പറഞ്ഞാലും ഒരു 100-ലെ ഒരു 90% ആൾ നിർത്തി കഴിഞ്ഞു കേരളത്തിൽ. ഇതിപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു ഇതാണല്ലേ. ആട്ടിറച്ചിക്ക് നമുക്കിപ്പോൾ 900 രൂപ ഇറച്ചിക്ക് ഇവിടെ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ വില ഉണ്ട്. പിന്നെ കോഴിക്കോട് മറ്റേ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ 1000, 1100 ആ റേഞ്ചിലൊക്കെ ഇറച്ചിക്ക് വില വരുന്നുണ്ട്. പക്ഷേ കർഷകന് ഈ വില ഒന്നും കിട്ടണില്ല. അപ്പം അതുകൊണ്ടാണ് കർഷകൻ പിന്നാക്കാവണത്. ഇതിപ്പോൾ വില ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വില? ഞങ്ങളിപ്പോൾ ഇവിടെ 450 രൂപയായിട്ടാണ് തൂക്കം കൊടുക്കുന്നത്. ജീവനോടെ 450 രൂപയായിട്ടാണ് തൂക്കം കൊടുക്കുന്നത്. വളർത്താട് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും പാകലൊന്ന് വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ? അത് അവർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ആടിനെ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. അവിടെയാണ് നമ്മുടെ ഇത് കൊടുക്കുന്നത്. കാരണം നമുക്കിപ്പോൾ നമ്മളൊരു ആടിനെ അവർക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും അത് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചെന്ന് വിടുന്ന ചിലപ്പോൾ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടാവും. അതൊന്നും നമ്മൾ സ്വീകരിക്കുന്ന കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളതിനെ അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മനുഷ്യർക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
കാരണം അതേപോലത്തെ ഒരു ജീവികൾ തന്നെയല്ല അവരും. അസുഖങ്ങൾ എപ്പോഴും എന്തും ആവാം. അപ്പോൾ അതിനൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ കൂടുതലായിട്ട് വേറെ വാക്സിൻ ചെയ്യേണ്ട കാര്യങ്ങളോ അങ്ങനെ അസുഖം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം ആ ഡോക്ടർ പറയും വാക്സിൻ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നും, അല്ലെങ്കിൽ അതിനിപ്പോൾ അസുഖങ്ങളില്ല എന്നുള്ളതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർ പറയും. ചെയ്യാൻ പറയുകയാണെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുക. പിന്നെ ഈ മീറ്റിൻ്റെ എന്തെങ്കിലും സപ്ലൈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്. ഞങ്ങൾ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ബൾക്കായിട്ട് ഞങ്ങൾ മീറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഷോപ്പുകൾക്ക് മീറ്റ് ആവശ്യങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഓർഡർ എടുത്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വിശ്വസത്തോട് കൂടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരി, എന്നാൽ താങ്ക് യു. ഓ ഓക്കെ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കിട്ടുമോ? നമുക്ക് കടയിൽ കിട്ടില്ലോ? കിട്ടുമോ? അല്ല ഇവിടെ കിട്ടുന്നല്ലേ ചോദിച്ചോട്ടാ? അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടും. നാട്ടിൽ കിട്ടും അല്ലേ? അവിടെ ഫാമിലി കൊടുക്കുന്നുണ്ട് സാധനം പൊടിപ്പിക്കണ്ട അവിടെ ചോള അവിടെ ഇവർക്ക് ഇങ്ങനെ മതി. ഇവർക്ക് ഇങ്ങനെ മതിയല്ലോ. കഴിക്കണം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. എന്നിട്ട് ആ തോത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. एक किलो बस ना 1 किलो पुलिस आएगा ना, थोड़ा दिन जाएगा तो पुलिस पूरा पिएगा। पोड़ी वो अच्छा नहीं लगता है, वो ही अच्छा है। ऐसा नहीं एकदम पोड़ी नहीं है, साउंड एकदम पोड़ी नहीं है। पतला 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 ऐसा मिलता है, वो अच्छा है, टुकड़ा टुकड़ा करके। ഇപ്പൊ വല്ല ക്ഷീണമൊന്നുമില്ല അല്ലേ? ഉഷാറഞ്ഞോ? ഞങ്ങൾ ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് വരുന്നതാ. അല്ല ഇവിടെ എത്ര ദിവസം